കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒന്ന് രണ്ട് വാക്യം ഞാനൊന്ന് തരാം. എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ വാക്യമാണ് കൊലോസ്യ ലേഖനത്തിൽ നിന്ന് വായിച്ചത്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് മക്കളുമാരറിയാൻ വേണ്ടി പറയുകയാണ്. സ്തോത്രം. ഈ വാക്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ഒന്നാമത്തെ വാക്യം ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത് വാക്യം വായിച്ച്. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 4-ാം വാക്യം. വേഗം. ഇൻട്രൊഡക്ഷൻ്റെ പാർട്ടിലാണ് നമ്മൾ നിൽക്കുക, പ്രസംഗത്തിലല്ല. ഓക്കെ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരറിയാൻ ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ഇയ്യോബ് 5-ന്റെ 4-ാം വാക്യം. മതി. അവൻ്റെ മക്കൾ രക്ഷയോട് അകന്നിരിക്കുന്നു. ഈ കാലഘട്ടത്തിൻ്റെ ഒരു കുഴപ്പമാണത്. അപ്പനും അമ്മയും രക്ഷിക്കപ്പെട്ടതാണ്, അവർ ഭയങ്കര കൃപയാണ്, ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ. പക്ഷെ അവൻ്റെ മക്കൾ രക്ഷകനോട് എന്തോ ചെയ്യുന്നു? അകന്നു നിൽക്കുന്നു. രക്ഷകനോട് അകന്നു നിൽക്കുന്നു. അടുത്ത വാചകമാണ് അതിലും ഗംഭീരം. രക്ഷകനില്ലാതെ അവർ വാതിക്കൽ വെച്ച് എന്തോ ചെയ്യുന്നു? തകർന്നു പോകുന്നു. അപ്പനും അമ്മയും സേവിച്ച രക്ഷകനുമായി ബന്ധമില്ലാത്ത തലമുറ. വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയയുടെ തെന്നെന്ന പായലടി ചവിട്ടി മൂക്കും കുത്തി വീണുപോയ നിരവധി കുഞ്ഞുങ്ങൾ. രക്ഷകനില്ല, രക്ഷയില്ല. ഈ രക്ഷകനും രക്ഷയുമില്ലെന്ന് പറഞ്ഞാൽ ആലയമില്ല, വേദോത്സവം ഇല്ല, പ്രാർത്ഥനയില്ല, ധ്യാനമില്ല, ഉപവാസമില്ല, മറ്റൊരിടപാടുമില്ല. കഴിക്കണം, കുടിക്കണം, മതിക്കണം, പൊളയ്ക്കണം, കൂട്ടുകാരുമായി ഗെറ്റ് ടുഗദർ, അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോകുന്ന ഒരു വ്യവസ്ഥതയിലേക്ക് മാറിപ്പോവുകയാണ്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചോണം, മക്കളുമാരെല്ലാം ശ്രദ്ധിച്ചോണം. ഈ വാക്യത്തിൽ നിന്ന് ആരും മാറിപ്പോകരുത്. എനിക്കെന്നെ രക്ഷകനെ വേണം. ആ രക്ഷകൻ സൗജന്യമായി തരുന്ന രക്ഷ എനിക്ക് വേണം. ആ രക്ഷയുടെ സന്തോഷം എനിക്ക് നഷ്ടപ്പെടരുത് എന്നുള്ള തീവ്രമായ അഭിലാഷം നിങ്ങളിൽ ഉണ്ടാകണം. ഈ രക്ഷകൻ നിങ്ങളെ പോക്കിക്കോളും. സ്തോത്രം. അടുത്ത ഒരു വാക്യം വായിച്ച്. വിലാപങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. വിലാപങ്ങൾ. വിലാപങ്ങളൊക്കെ എവിടെയാണെന്നറിയാവോ മക്കളെ? മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു. ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. ആരും നുറുക്കി കൊടുക്കുന്നില്ല. അപ്പം കിട്ടാത്ത കുഞ്ഞുങ്ങൾ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ അപ്പം ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. ഇവിടെ അപ്പം എന്ന് പറയുന്നത് എന്തോന്നറിയാവോ? എന്തോ മോനെ അപ്പം എന്ന് പറയുന്നത്? ഉദ്ദേശിക്കുന്നതിൻ്റെ ആത്മീയ വീക്ഷണം എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. കമ്പ്യൂട്ടർ കിട്ടുന്നുണ്ട്, സയൻസ് കിട്ടുന്നുണ്ട്, ഹിസ്റ്ററി കിട്ടുന്നുണ്ട്, മറ്റിതര ആധുനിക വിഷയങ്ങളെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൽ എല്ലാം കിട്ടുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമില്ല. പക്ഷെ എന്തോ മാത്രം കിട്ടുന്നില്ല അവർക്ക്? അപ്പം. എന്താ? വാട്ട്സ് ദ മീനിങ്? അപ്പം, ബ്രെഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വചനം. ദൈവത്തിൻ്റെ സനാതന വചനം ലഭിക്കപ്പെടാത്ത തലമുറ അന്യപ്പെട്ടു പോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദിനംതോറും അപ്പം കിട്ടുന്നു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. കുടുംബ പ്രാർത്ഥന 2 പാട്ടും പാടി ഒരു സങ്കീർത്തനം വായിച്ച് ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുന്ന ശൈലിയൊക്കെ മാറ്റണം. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം എടുക്കണം. ഏറ്റവും കുറഞ്ഞ 1 മണിക്കൂറെങ്കിലും പപ്പയും മമ്മിയും മക്കളും എല്ലാം കൂടെ വട്ടം ഇരുന്ന്, വല്യപ്പച്ചനും വല്യമ്മച്ചും ഒക്കെ ആയിട്ട് വട്ടം ഇരുന്ന് പ്രാർത്ഥിക്കണം. അമ്മാമ്മ സോപാക്കമ്പട്ടയിലും അച്ചായൻ ദീവാങ്കോട്ടയിലും പിള്ളേരെല്ലാം അവിടെ ഇവിടെയും മാറിയും തിരിഞ്ഞും ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഇടപാടൊക്കെ മാറിയിട്ട് തമ്മി തൊടാകുന്ന ദൂരത്തിൽ ഇങ്ങനെ വട്ടം ഇരിക്കണം. പാട്ടുപാടി ആരാധിക്കണം നന്നായിട്ട്. ആലയത്തിൽ ആരാധിച്ചതുപോലെ നിങ്ങൾ എന്തോ ചെയ്യണം? വീട്ടിൽ ആരാധിക്കണം. വായിക്കുന്ന വേദഭാഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. അവരവർക്ക് അറിയാവുന്ന ആലോചനകൾ പറയാൻ പറയണം. ഈ കുരുന്നുകളോടൊക്കെ പറ, മോൾ ആ വാക്യത്തെക്കുറിച്ച് എന്തോ പറയുന്നു, മോൻ ആ വാക്യത്തെക്കുറിച്ച് എന്തോ പറയുന്നു. സൂപ്പർ ഐഡിയ ഇവർ പറയും. നമ്മൾ സമയം കൊടുക്കാത്തതുകൊണ്ടാണ്. അങ്ങനെ ഒരു ചർച്ച ഉണ്ടാക്കണം. ഒരു 10, 20, 25 അരമണിക്കൂറെങ്കിലും എല്ലാവരും കൂടെ സംസാരിക്കണം. ഇത് വീട്ടിൽ സംസാരം കുറവാണ്, അറിയാമോ? മൊബൈൽ ഫോണുമായിട്ട് മാറി മാറി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ഓ ആ ഊ സ്വരാക്ഷരങ്ങൾ കൊണ്ട് മാത്രം നോക്കി. പപ്പ പറയണം ആലോചന, മമ്മി പറയണം, മക്കൾ ഓരോരുത്തരും പറയണം. അങ്ങനെ ഒരു ചെറിയ ചർച്ച നടത്തി പിന്നെ പ്രാർത്ഥിക്കുക ഒരുമിച്ച്. പ്രഭാത പ്രാർത്ഥന മുടങ്ങരുത്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പം കിട്ടിക്കൊണ്ടിരിക്കും. അവരെ പറിച്ചു മാറ്റാൻ ആർക്കും പറ്റത്തില്ല. തൻ്റെ അടുത്തോട് പറയണം പിശാചിനോട്, എൻ്റെ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരത്തില്ല. നീ എന്തെല്ലാം പണി നടത്തിയാലും എൻ്റെ കുഞ്ഞിനെ നിനക്ക് കിട്ടത്തില്ല. ഞാൻ അവനെ അപ്പം കൊടുത്താൽ വളർത്തുന്നേ. അവർ ചോദിക്കുന്നതനുസരിച്ച് കുഴിമന്തി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരിക്കും, നിങ്ങൾ അൽഫാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, മറ്റു തരം മോഡേൺ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ അപ്പം കൊടുത്തില്ലെങ്കിൽ നിൻ്റെ കുഞ്ഞ് നിൻ്റെ കയ്യിൽ നിന്ന് പോവും. അത് വരാതിരിക്കണം.
ബാംഗ്ലൂരോ പൂനെയിലോ താനെയിലോ മുംബൈയിലോ കൊൽക്കത്തയിലോ ദില്ലിയിലോ ഒക്കെ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെല്ലാവരും അപ്പം ഭക്ഷിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ അവർ അവിടെ ചെന്നും അപ്പം സ്വന്തമായിട്ട് ഭക്ഷിച്ചോളൂ. ദൈവവചനത്തിന്റെ വ്യവസ്ഥ വിട്ട് മാറത്തില്ല. നാളെ കണ്ണുനീരിന് അനുഭവം ഉണ്ടാകാത്ത വിധം ദൈവം സൂക്ഷിച്ചോളും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മറ്റൊരു വാക്യം കൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ തരാം. ന്യായാധിപന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന ചില വാക്യങ്ങളെ അവർക്ക് വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 2-ന്റെ-10-ാം വാക്യം വായിച്ച്. ന്യായാധിപന്മാർ പിന്നെ ആ തലമുറയൊക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. ഒരു തലമുറ മരിച്ചുപോയി. അടുത്തത് അവരുടെ ശേഷം യഹോവയെയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ another generation. ദൈവത്തെ അറിയാവുന്ന, ദൈവത്തിന്റെ അത്ഭുതങ്ങൾ അറിയാവുന്ന, ദൈവത്തിന്റെ നടത്തിപ്പ് അറിയാവുന്ന ഒരു തലമുറ മുഴുവൻ എന്ത് ചെയ്തു പോയി? മരിച്ചുപോയി. അത് കഴിഞ്ഞു വന്ന തലമുറയ്ക്ക് ആരെ അറിയത്തില്ലെന്ന ദൈവത്തെയും ദൈവം ചെയ്ത ഇസ്രായേലിന് വേണ്ടി ചെയ്ത പ്രവർത്തികളെയും അറിയാത്ത വേറൊരു തലമുറ. ആ തലമുറയിലായി പോകരുത് നമ്മുടെ തലമുറ. അതിനാ പപ്പമാരോടും മമ്മിമാരോടും ഞാൻ പറയുന്നത്, ദൈവത്തെക്കുറിച്ചും ദൈവം ചെയ്യുന്ന പ്രവർത്തികളെക്കുറിച്ചും നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തോ ചെയ്യണം? നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ദൈവവുമായി നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ആന്തരിക ബന്ധമല്ല, ആന്തരിക രമ്യത ഉണ്ടാക്കിക്കോണം. അങ്ങനെ വരുമ്പോൾ അവരെ നമുക്ക് നേടാൻ പറ്റും. ഹല്ലേലൂയ. അത് ഏറ്റവും പ്രധാനമായൊരു സംഗതിയാണ്. 3 വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നാണ്, ഒരു വാക്യം പുതിയ നിയമത്തിൽ നിന്നും കൂടെ തന്നുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് പ്രവേശിക്കും. തലമുറയെ പരിഗണിച്ചുകൊണ്ടാണ് ഈ 4 വാക്യങ്ങൾ. പുതിയ നിയമത്തിലെ വാക്യം അപ്പോസ്തലപ്രവൃത്തി 2-ന്റെ-40-ാം വാക്യമാണ്. ബുക്ക് ഓഫ് ആക്ട്സ് 2-ന്റെ-40-ാമത് വാക്യം വായിച്ചേ. 2-ാം അധ്യായം 40-ാം മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷ്യം പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടുകൊള്ളുവീൻ. ഈ തലമുറയുടെ പേരെന്തോന്ന്? ആധുനിക കാലത്തിന്റെ തലമുറയ്ക്ക് വേദോസം കൊടുക്കുന്ന ഒരു പേരാണ് എന്തോന്ന് മക്കളെ? വക്രത. ഫിലിപ്പിയ ലേഖനം 2-ന്റെ-14 വക്രതയോടുകൂടെ വേറൊരു സാധനം പറയുന്നുണ്ട്, കോട്ടവും. വക്രതയും കോട്ടവും ഉള്ളതല്ല. കുഞ്ഞുങ്ങളെല്ലാവരും കുറിച്ചോണം. വക്രത എന്ന പദത്തിന്റെ അർത്ഥം പഠിച്ചോണം. വക്രത എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ വളഞ്ഞത്, പൊളഞ്ഞത്, നേരല്ലാത്തത്, ചൊവ്വല്ലാത്തതെന്നൊക്കെ അർത്ഥം. പക്ഷെ വക്രത എന്നുള്ളതിന്റെ റൂട്ട് വേർഡ്, മൂലപദം സ്കോലിയാസിസ് എന്നൊരു പദമാണ്. ഗ്രീക്ക് വേർഡ് സ്കോലി, SKOLI, സ്കോലിയാസിസ്, YASIS, സ്കോലിയാസിസ്. കുറിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? എവിടെ കുറിക്കാനാ? ബുക്കും പേപ്പറും ഒന്നും ഇല്ലല്ലേ? കുഞ്ഞുങ്ങളെല്ലാവരും സഭായോഗത്തിന് വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു വർക്ക് ബുക്ക് ഉണ്ടാകും, നോട്ട് ബുക്ക് ഉണ്ടാകും, ചെറിയ നോട്ട് പാഡ് ഉണ്ടാകും. അതുകൊണ്ട് വരണം. പാസ്റ്റങ്ങൾ പറയുന്ന സങ്കീർത്തനം, അതിൻ്റെ ചിന്തകൾ, അതിനകത്തെ അത് കഴിഞ്ഞുള്ള പ്രസംഗങ്ങൾ, ഗസ്റ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പ്രസംഗങ്ങളെല്ലാം കുറിച്ച ഒരു ബുക്ക് നിങ്ങളിലുണ്ടാകും. എപ്പോൾ ആരാധനയ്ക്കോ കുടുംബ പ്രാർത്ഥനയ്ക്ക് വന്നാലും നിങ്ങളുടെ ബൈബിളിൽ ആ നോട്ട് ബുക്ക് ഉണ്ടാകണം, നോട്ട് പാഡ് ഉണ്ടാകണം. ഇതെല്ലാം കുറിച്ചുകൊണ്ട് പോകണം. പിന്നിരുന്ന് പഠിക്കണം അതിന്. അങ്ങനെ കേട്ട വചനമെല്ലാം ഉള്ളിൽ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേ പറ്റത്തുള്ളൂ. സ്കൂളിൽ പോകുന്ന ബുക്കും കൊണ്ടല്ലേ. ചർച്ചിൽ അതിനേക്കാൾ വലിയ സ്കൂളാണ് ചർച്ച്. അപ്പോൾ ഇവിടുന്ന് ഒത്തിരി കുറിച്ചുകൊണ്ട് പോകാനായിട്ടുണ്ട്. സ്കോലിയാസിസ്, SKOLISIS, സ്കോലിയാസിസ് എന്ന വാക്കിന്റെ അർത്ഥം അറിയണം. അതിനാണ് ആ വാക്യം ഞാൻ തന്നത്. കുഞ്ഞുങ്ങൾ സ്കോലിയാസിസിലായി പോകരുതെന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയാമോ? അഴിച്ചെടുക്കുവാനാവാത്ത വിധം കുരുങ്ങിപ്പോയത്. അതാണ് ഇന്നത്തെ തലമുറയുടെ പ്രശ്നം. പുറത്തു കൊണ്ടുവരാൻ പറ്റാത്ത വിധം കുരുങ്ങി കിടക്കുക. അപ്പനറിയില്ല, അമ്മയ്ക്ക് അറിയില്ല, വേണ്ടപ്പെട്ടവർക്കാർക്കും അറിയത്തില്ല. പല കുരുക്കുകളിൽ ചെന്ന് വീണ് കിടക്കുകയാണ്. അഴിച്ചെടുക്കാൻ പറ്റില്ല. അഴിച്ചെടുക്കുമ്പോൾ വേറൊരു കുരുക്കാവും. ആ കുരുക്കഴിക്കുമ്പോൾ വേറൊരു കുരുക്ക് വരും. അങ്ങനെ അഴിച്ചെടുക്കുവാനാവാത്ത വിധമുള്ള സ്വഭാവ ദൂഷ്യങ്ങളുടെ കുരുക്കിൽ പെട്ടുപോകുന്നു തലമുറ. നമ്മുടെ ഈ കുഞ്ഞുങ്ങൾ ആരും അതിൽ പെട്ടുപോകാതിരിക്കാൻ സഭ ജാഗ്രതയോടെ നിന്നെങ്കിലേ പറ്റുള്ളൂ. അതാണ് സ്കോലിയാസിസ്. വേറൊരർത്ഥമുണ്ട്. എന്താണെന്നറിയാമോ? കഴുകിയെടുക്കുവാനാവാത്ത വിധം അശുദ്ധമായി പോയത്. കഴുകിയാലും കൊള്ളത്തില്ല. ചിലതൊക്കെ അഴുക്കായി പോയാൽ കഴുകിയെടുക്കാം. കഴുകിയെടുത്താൽ പിന്നെ നമുക്കതിനെ ഉപയോഗിക്കാം. പക്ഷെ ചിലത് കഴുകിയാലും കൊള്ളാതെയാവും. ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരിക. കോട്ടയത്ത് ഓസ്ട്രേലിയൻ ആപ്പിളിന് 650 രൂപയും കണ്ട വില.
കനേഡിയൻ ആപ്പിളൊക്കെ കിട്ടും. കോട്ടയത്ത് പൊതുവെ സാധനങ്ങൾക്ക് വലിയ വിലയാണ്, അപ്പോൾ പിന്നെ ഇതിൻ്റെ കാര്യം പറയണ്ട. ഇത്തരം വിലയുള്ള ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് കവർ പൊട്ടി, മുറ്റത്തോട്ട് വന്നപ്പോൾ കവർ പൊട്ടി താഴെ വീണു. 650 രൂപ കൊടുത്ത ആപ്പിൾ താഴെ വീണെന്ന് പറഞ്ഞാൽ ആരും എടുത്ത് കളയുമോ? കഴുകിയെടുക്കാം നമുക്ക് നന്നായിട്ട്, അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? താഴെ വീണാൽ എന്തോ ചെയ്യാം? കഴുകിയെടുക്കാം, നന്നായിട്ട് കഴുകിയെടുത്താൽ മതി. പക്ഷേ ഇത് താഴെ വീണിട്ട് അതങ്ങ് ഉരുണ്ട് റോഡിൻ്റെ ഓടയിലോട്ട് പോയി. കറുത്ത തലയും വെളുത്ത ശരീരമുള്ള പുഴുക്കൾ വമിക്കുന്ന ഓടയിലോട്ട് പോയി. വേണോ ആപ്പിള്? അതെടുത്ത് തന്നാൽ വേണോ? കഴുകി തരാന്ന്. വേണ്ട. സാനിറ്റൈസർ ഇട്ട് കഴിയാലോ? വേണ്ട. അങ്ങനെ കഴുകിയെടുത്താലും ഉപയോഗിക്കാനാവാത്ത വിധം അഴുക്കായി പോയതിനെയാണ് സ്കോലിയോസിസ് എന്ന് പറയുന്നത്. ആ തലത്തിലേക്ക് നമ്മുടെ തലമുറ പോകാതിരിക്കേണ്ടതിന് നാം സൂക്ഷിച്ചേ പറ്റുള്ളൂ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. സഭയ്ക്ക് വലിയ ഉത്തരവാദിത്തമാണ് കുഞ്ഞുങ്ങളോട്. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ എല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ സ്വയം സംരക്ഷിക്കുമെന്ന് നമ്മൾ ചിന്തിക്കരുത്. അവർക്ക് വേണ്ടി സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ചുറ്റും വേലിക്കെട്ട് പോലെ നിൽക്കുക എന്നുള്ളതല്ല. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അവർക്ക് വേണ്ടി നിരന്തരം കണ്ണുനീരോടെ മധ്യസ്ഥ ചെയ്യാൻ കഴിയണം. ഇതേക്കട്ടെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തന, യോശുവ, ന്യായാധിപന്മാർ എന്ന പുസ്തകത്തിൻ്റെ ആകരാതി പറയുന്ന പോലെ, പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെ, ഈ ചർച്ചിലുള്ള സകല കുഞ്ഞുങ്ങളുടെയും പേര് വിവരങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാകണം. എല്ലാവരും അറിയണം നിങ്ങളുടെ ഈ ചർച്ചിലുള്ള കുഞ്ഞുങ്ങളുടെ പേര് പോലും അറിയത്തില്ല ചിലർക്ക്. ഈ കുഞ്ഞുങ്ങൾ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത്, അവരുടെ പേര് വിവരം ചോദിച്ചാൽ അത് ഇന്നാരുടെ മോനാ ഇന്നാരുടെ മോളാണെന്നറിയാം, അല്ലേ? പക്ഷേ പേരുകൾ അറിയത്തില്ല. ഓരോ പേര് പറഞ്ഞും പ്രാർത്ഥിക്കണം. ആരുടെ മോളും ആയിക്കോട്ടെ, ആരുടെ മോനും ആയിക്കോട്ടെ, ഞാൻ അംഗമായിരിക്കുന്ന സഭയിലെ കുഞ്ഞാണ്, അവൻ നഷ്ടപ്പെടാൻ ഞാൻ അനുവദിക്കത്തില്ല. ഇവിടെയുള്ള കുഞ്ഞുങ്ങൾ, വിദേശത്തുള്ള കുഞ്ഞുങ്ങൾ, പ്രൈമറിയിലെ കുഞ്ഞുങ്ങൾ, ഹൈസ്കൂളിലെ കുഞ്ഞുങ്ങൾ, കോളേജിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, +2 +1 ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെ സാങ്കേതിക തൊഴിൽ പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾ, ഓരോരുത്തരെ കുറിച്ച് വ്യക്തമായ ബോധ്യം എല്ലാവർക്കും ഉണ്ടായേ പറ്റത്തുള്ളൂ. എത്ര പേര് മനസ്സിലാക്കുന്നു ഞാൻ പറയുന്ന കാര്യം? അങ്ങനെ വരുമ്പോൾ ആ തലമുറയെ നമുക്ക് നേടാനിടയാവും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവാത്മാവ് ശക്തമായൊരു നിയോഗം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാരംഭത്തിൽ പറയാൻ എനിക്കൊരു നിയോഗം തന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. വാക്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരമാകും. നാളെയുടെ നീളകളിൽ നമ്മുടെ തലമുറകളെ കരുത്തോടെ നിർത്താനിടയാകും. ഒരൊറ്റ കുഞ്ഞ് വഴിമാറിയാൽ മതി, ദൈവസഭയ്ക്ക് ആക്ഷേപമായി മാറും. അത് വരാതിരിക്കണം. ഇവരുടെ ഗമനാഗമനങ്ങൾ കർത്താവ് കരുതലോടെ, നമ്മൾ വായിച്ച വാക്യം, നേരുള്ളവർക്കൊരു നന്മയും മുടക്കയില്ല. മാതാപിതാക്കളുടെ നേര് കുഞ്ഞുങ്ങളുടെ നന്മയ്ക്ക് കാരണമാകും. നമ്മുടെ തലമുറ നേര് വിട്ടു പോയാൽ അവർക്ക് ദോഷമായി മാറും. അത് വരാതിരിക്കേണ്ടതിന് ദൈവസഭ പുനരാഗമനം വരെ നിലനിന്ന് പോകേണ്ടതിന് തലമുറകളെ സമ്പാദിക്കുന്നവരായി തീരാൻ കഴിയട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് വരികയാണ്. ആ വാക്യവുമായി ബന്ധപ്പെട്ട ആത്മീയ ചിന്തകൾ ഒരുമിച്ച് ധ്യാനിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. ലേഖനങ്ങൾ ആകെ എത്ര എണ്ണം ഉണ്ടെന്നറിയാം മക്കളുമാർ? പറ. ഹൗ മെനി എപ്പിസ്റ്റൽസ് ഇൻ ദ ബൈബിൾ? മുന്നണി പോരാളികൾ പറഞ്ഞേ, എത്ര ലേഖനങ്ങളുണ്ട്? എന്തൊരു മൗനമാണ് നോക്കി. കീഴാറൂർ മൊത്തം മൗനമായിപ്പോയത്. ആകെ പുതിയ നിയമത്തിൽ എത്ര ലേഖനങ്ങളുണ്ടെന്ന് അറിയത്തില്ല. ബൈബിൾ സ്റ്റഡി നടത്തിയേ പറ്റുള്ളൂ. ഈ പുസ്തകം ചുമക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി നോക്കി, ഇതിനകത്ത് എത്ര ലേഖനങ്ങളുണ്ടെന്ന് ഇതുവരെ നമ്മൾ ആകരാതി തപ്പി താഴോട്ട് എണ്ണി തുടങ്ങി ഓരോരുത്തരും എത്രയുണ്ടെന്ന്. റോമാ ലേഖനം മുതൽ യൂദയുടെ ലേഖനം വരെ 21 ലേഖനങ്ങളാണുള്ളത്. ഹൗ മെനി? 21 എപ്പിസ്റ്റൽസ്. 21 ലേഖനങ്ങൾ മറക്കരുത്. കീഴാരൂർ സഭയിൽ ചെന്ന് എത്ര ലേഖനം ഉണ്ടെന്ന് ചോദിച്ചിട്ട് അവരാരും ഉത്തരം പറഞ്ഞില്ലെന്ന് ഞാൻ വേറെ എങ്ങും പോയി പറയാതിരിക്കട്ടെ. കാരണം പ്രസംഗമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എന്തെങ്കിലും ഉദാഹരണം പറയുന്ന കൂട്ടത്തിൽ ഇതൊക്കെ ചിലപ്പോൾ കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിച്ചോണം. അഥവാ പറഞ്ഞാലും കീഴാറൂരെന്നൊരു പദം കയറി വരാതിരിക്കട്ടെ. സ്വതന്ത്രം. അപ്പോൾ ആകെ ലേഖനങ്ങൾ 21 എണ്ണമാണ്, റോമർ മുതൽ യൂദ വരെ. ഇനി ശ്രദ്ധിച്ചോണം, 21 ലേഖനങ്ങളുടെ ആന്തരിക പ്രമേയം എന്താണ്? ഇപ്പോൾ ഈ പുൾപിറ്റിലേക്കുള്ളതാ അറിയാവോ? അതാ ഇങ്ങനെ കയറി വരുന്നത്. പുൾപിറ്റിലേക്ക് ദൈവം തിരഞ്ഞെടുത്ത ജീവിയാണെന്ന് ഓർത്തോണം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഗുഡ്.
എത്ര ലേഖനങ്ങളാ? 21 ലേഖനങ്ങൾ. 21 ലേഖനങ്ങളുടെയും ആന്തരിക പ്രമേയം ശ്രദ്ധിച്ചു കേട്ടണം കുഞ്ഞുങ്ങളൊക്കെ. ദ തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച്. ശ്രദ്ധിച്ചോ? തിയോളജിക്കൽ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചും സഭയെക്കുറിച്ചുമുള്ള ദൈവശാസ്ത്ര വിശദീകരണം. അതാണ് ലേഖനങ്ങൾ. 2 കാര്യങ്ങളാണ് ലേഖനങ്ങൾ. 1 ക്രിസ്തു, 2 സഭ. ക്രിസ്തുവിന്റെ മനുഷ്യത്വം, ക്രിസ്തുവിന്റെ ദൈവത്വം. മനുഷ്യത്വത്തിന്റെ തിളക്കം, ദൈവത്വത്തിന്റെ മഹത്വം. ഈ 2 കാര്യങ്ങളാണ് ലേഖനങ്ങളിൽ ഉടനീളം ക്രിസ്തു സംബന്ധമായി. അടുത്ത ഒന്ന് സഭയാണ്. വാട്ട് ഈസ് ചർച്ച് ആൻഡ് ഹൗ ടു വർക്ക് ഇൻ ദ ചർച്ച്. എന്താണ് സഭ? സഭയിൽ നാം എങ്ങനായിരിക്കണം? സഭ എന്താണെന്നും സഭയ്ക്കകത്തായ വ്യക്തിയുടെ ജീവിത മൂല്യങ്ങൾ എന്താണെന്നും വ്യക്തമാക്കുന്നത് ലേഖനങ്ങളാണ്. എത്ര ലേഖനങ്ങളാ? 21 ലേഖനം. ഏകാധ്യായ ലേഖനങ്ങൾ അടക്കമുള്ളത് 21 എണ്ണമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഈ 21 ലേഖനങ്ങളുടെയും രാജാവ് എന്ന് വിളിക്കുന്നത്, ദ കിങ് ഓഫ് ദ എപ്പിസ്റ്റൽ എന്ന് വിളിക്കുന്നത് കൊലോസ്യ ലേഖനമാണ്. 4 അധ്യായമേ ഉള്ളൂ. 16 അധ്യായമുള്ള കൊരിന്ത്യ ലേഖനവും റോമാലേഖനവും ഒക്കെ കിടപ്പുണ്ട്. 13 അധ്യായമുള്ള എബ്രായ ലേഖനവും ഒക്കെ കിടപ്പുണ്ട്. പക്ഷെ അതിനൊന്നും രാജാവാക്കിയിട്ടില്ല. രാജാവെന്ന് വിളിപ്പേര് കൊലോസ്യ ലേഖനത്തിന് മാത്രമാണ്. ക്രിസ്തുവിൻ്റെ ഔന്നത്യം, ക്രിസ്തുവിൻ്റെ ഉത്തുംഗ പ്രതാപം, ക്രിസ്തുവിൻ്റെ നിത്യത്വത്തിൻ്റെ വല്ലഭത്വം ഒക്കെ നന്നായി അവതരിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായൊരു കൃതിയാണ് ഏതാ? കൊലോസ്യ ലേഖനം. കുഞ്ഞുങ്ങളൊക്കെ ലേഖനങ്ങൾ നന്നായി പഠിക്കണം. സങ്കീർത്തനവും സുവിശേഷത്തിൻ്റെ കഥകളും ഉപമകൾ കൊണ്ട് മാത്രം ക്രിസ്ത്യ ജീവിതം പൂരിപ്പിക്കരുത്. ലേഖനങ്ങളെ നന്നായി ധ്യാനിക്കണം. ദേ, എന്ത് തള്ളണം നമ്മൾ, എന്ത് കൊള്ളണം, എന്ത് വേണ്ട, എന്ത് വേണം, എന്താകണം, എന്തായിക്കൂടാ, ആരോടുകൂടെ ആകാം, ആരോടുകൂടെ ആകരുത് എന്നിത്യാദി വകഭേദങ്ങൾ, വീണ്ടു വിചാരങ്ങൾ വ്യക്തമായി നമുക്ക് നൽകുന്നതാണ് 21 ലേഖനങ്ങളും. എന്താ കഴിക്കേണ്ടത്, എന്താ കുടിക്കേണ്ടത്, എങ്ങനെ പറയണം, എങ്ങനെ പറയരുത്, കണ്ടോ? എന്ത് ഉടുക്കണം, ഏത് ജാതി ഉടുക്കാൻ പാടില്ല എന്നിത്യാദി വസ്തുതകൾ വളരെ ഭംഗിയായി നമുക്ക് നൽകിത്തരുന്നു. ആത്മീക സംസ്കൃതിയുടെ വിശകലനങ്ങൾ ലേഖനങ്ങളിൽ ഉടനീളമുള്ളത് മറന്നു പോകരുത്. പ്രൈസ് ദ ലോർഡ്. അപ്പൊ കൊലോസ്യ ലേഖനം, അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുന്നു, ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് ആ വാക്യത്തിലേക്ക് വരാം. കൊലോസ്യ ലേഖനം ലേഖനങ്ങളുടെ രാജാവാണ്. പൗലോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്വസ്ഥമായി, സ്വൈര്യമായി, ശാന്തമായി ലഭ്യമായ സമയത്തിൽ താൻ എഴുതിയ അനുഗ്രഹിത ലേഖനം. കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ തിരക്കില്ല. ആ തിരക്കില്ലാത്ത നേരത്ത് ആവലാതിയോ വേവലാതിയോ പരിദേവനമോ പരാതിയോ പറയാതെ ക്രിസ്തുവിനെ ധ്യാനിച്ചപ്പോൾ തനിക്ക് ലഭിക്കപ്പെട്ട ധ്യാനമണ്ഡലത്തിലെ ആശയങ്ങൾ ചോർന്നു പോകാതെ നമുക്ക് വേണ്ടി നൽകി തന്നതാണ് കൊലോസ്യ ലേഖനം. ആ ലേഖനങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഈ ലേഖനങ്ങളിൽ 3 പ്രധാന വിഷയങ്ങളാണുള്ളത്. 3 പ്രധാന വിഷയം. 4 അധ്യായങ്ങളിലായിട്ട് എത്ര വിഷയങ്ങൾ? 3 പ്രധാന വിഷയങ്ങൾ. ആ 3 വിഷയങ്ങൾ കുറിച്ചോണം. 1, യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ മഹത്വം, ദ ഡീറ്റി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയും. യേശുവിൻ്റെ ദൈവത്വം. യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. യേശു ഒരു വൈദ്യൻ മാത്രമല്ല, യേശു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറാണെന്ന് മാത്രം വിശ്വസിക്കുന്നവരുണ്ട്. പക്ഷെ അതിനപ്പുറത്ത് നമ്മൾ വിശ്വസിക്കണം, യേശു മഹാദൈവമാണ്. യേശുവിൻ്റെ ദൈവത്വം, അത് ഗംഭീരമായൊരു കാര്യമാണ്. മടങ്ങി വരാൻ പോകുന്നത് മഹാദൈവമാണെന്ന കാര്യം മറന്നു പോകരുത്. സർവശക്തിയുള്ള ദൈവമാണ് ക്രിസ്തു. യേശുവിൻ്റെ ദൈവത്വം അറിയുന്നതാണ് നമ്മുടെ ആത്മീയതയുടെ അടിസ്ഥാനമെന്ന് പറയും. ഇപ്പോൾ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം എന്ന് പറയുന്നത് യേശുവിൻ്റെ ദൈവത്വമാണ്, ദൈവത്വത്തിൻ്റെ വിശകലനമാണ്. ഞാൻ ആ ദൈവത്വ ഭാഗങ്ങളെ ഒന്ന് പറയാം. നിങ്ങൾ വാക്യങ്ങൾ നോക്കിക്കേ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ് യേശുവിൻ്റെ ദൈവത്വത്തിൻ്റെ വിശകലനം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 12 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. 12-ാം വാക്യത്തിൽ ക്രിസ്തു ആരാന്നറിയാമോ? വെളിച്ചത്തിൻ്റെ അവകാശം നൽകിയ ക്രിസ്തു. നമ്മൾ മുമ്പ് എവിടെ ആയിരുന്നു? ഇരുട്ടിലായിരുന്നു. ഇപ്പം നമ്മൾ എവിടെ കൊണ്ടുവന്നു? വെളിച്ചം. ആ വെളിച്ചത്തിൻ്റെ അവകാശം നൽകിയ ക്രിസ്തുവിനെ 12-ാം വാക്യം പറയുക. 13-ാം വാക്യം പറയുന്ന സ്നേഹസ്വരൂപനായ ക്രിസ്തു, രാജാവായ ക്രിസ്തു, തൻ്റെ രാജ്യത്തിൽ നമ്മെ ആക്കി. രാജാവാണ് ക്രിസ്തു, രാജ്യമുള്ളവനാണ്. 14-ാം വാക്യത്തിൽ പറയുന്നത് നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. കർത്താവ് നമ്മളെ എന്തോ ഇതെന്ന
വീണ്ടെടുത്തു. 5 നയപൈസയുടെ ചെലവില്ല, ദേഹദണ്ഡന പ്രക്രിയയില്ല, കുന്ന് കയറിയില്ല, മല ഇറങ്ങിയില്ല, പുഴ താണ്ടിയില്ല, പദയാത്രയോ തീർത്ഥയാത്രയോ ചെയ്തില്ല, യാഗയോഗ കർമ്മകാണ്ഡങ്ങളൊന്നും ചെയ്തില്ല. നമ്മെ സൗജന്യമായി വീണ്ടെടുത്തു കർത്താവ്. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. തൻ്റെ രക്തം കൊണ്ട് നമ്മെ സൗജന്യമായി വീണ്ടെടുത്തു കർത്താവ്. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഇത്ര വലിയ രക്ഷ നമുക്ക് ദാനമായി തരേണ്ടതിന് കർത്താവ് തൻ്റെ ദേഹത്തെ നമുക്കായി യാഗമാക്കി. ഈ ദേഹം യാഗമാക്കിയാണ് നമുക്ക് വീണ്ടെടുപ്പ് നൽകിയത്. സ്തോത്രം. അതുകൊണ്ട് തന്നെ എപ്പോഴും വീണ്ടെടുപ്പ് നമുക്ക് നൽകി. വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, ആ പാട്ട് പാടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പാട്ടൊക്കെ കാലഹരണപ്പെട്ടു പോയ പാട്ടമാണ്. അതൊന്നും ഇപ്പോൾ ആരും പാടാറില്ല. വേറെ പുതിയ പുതിയ പാട്ടുകളൊക്കെ പാടുന്ന തിരക്കിനിടയിൽ ഈ പെന്തക്കോസ്തിൻ്റെ തനിമയാർന്ന പാട്ടുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷേ കൊയറിനോട് എൻ്റെ ഒരു നിർദ്ദേശം ഞാൻ പറയാം. പറഞ്ഞു വന്ന കൂട്ടത്തിൽ എല്ലാ ആരാധനയ്ക്കും എത്ര ആവേശമുള്ള പാട്ടുകൾ നിങ്ങൾ പാടിയാലും ഏറ്റവും ഒടുവിൽ ക്രൂശിനെ ധ്യാനിക്കുന്ന വരികൾ പാടണം. ബാക്കിയുള്ള പാട്ടുകളൊക്കെ പാടുമ്പോൾ നമ്മൾ ഭയങ്കര ആവേശത്തോടെ നൃത്ത ചുവടുകളോടെ കൈയടിച്ച് ഭയങ്കര ആരാധനയൊക്കെ ആവും. പക്ഷേ അടിക്കുന്ന കൈ നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളേറി അടച്ച് ഗത്സമനെയും ഗബ്ബഥയും ഗോൽഗോഥയും ധ്യാനിച്ച് അനുഭവിച്ച സഹനത്യാഗങ്ങളുടെ വ്യഥകളുടെ ആഴം ധ്യാനിക്കുമ്പോൾ നമ്മുടെ അഹന്ത ഒടുങ്ങിയിട്ട് നമ്മുടെ കണ്ണ് നിറഞ്ഞ കവിൾത്തടങ്ങളിലൂടെ ഒഴുകണം. ഒരു ദിവസം പോലും ആരാധനയിൽ കണ്ണ് നനയാതെ നിങ്ങൾ ആരാധന നിർത്തരുത്. അതുകൊണ്ട് പാടുന്ന കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, നിങ്ങൾ ഏത് പാട്ട് പാടിയാലും ക്രൂശിനെ ധ്യാനിക്കുന്ന ഒരു പാട്ടോടുകൂടെ മാത്രമേ ആരാധന അവസാനിപ്പിക്കാവൂ. ആരാധന നടത്താൻ ആക്കി വെച്ചിരിക്കുന്ന കൊയറിൻ്റെ കയ്യിൽ നിന്ന് പ്രധാന ശുശ്രൂഷകൻ്റെ കയ്യിലേക്ക് ശുശ്രൂഷ കൈമാറുന്നതിന് മുൻപ് നമ്മെല്ലാവരും ക്രൂശിൻ്റെ ചുവട്ടിലാകണം. ക്രൂശിനെ ധ്യാനിക്കണം. കർത്താവ് അനുഭവിച്ച വ്യഥകളെ സ്മരിക്കണം. തല തല്ലി പൊളിച്ചു കർത്താവിൻ്റെ, പുറമടിച്ചുഴവിചാല് പോലെ കയറി, മുഖത്ത് അവർ മുഷ്ടി ചുരുട്ടി കുത്തി, കാർക്കിച്ച് തുപ്പി, ഒത്തിരി ഒത്തിരി യാതനകളുണ്ട്. ആ സഹനത്യാഗങ്ങളെ കുറിച്ച് പാടുന്ന എത്ര പാട്ടുകളുണ്ടെന്നറിയാമോ? ആ പാട്ടുകളിൽ ഏതെങ്കിലും ചില വരികളൊന്ന് പാടി എല്ലാവരും കർത്താവിനെ, ക്രൂശിനെയും ആ വീണ്ടെടുപ്പിൻ്റെ പദ്ധതിയും ധ്യാനിക്കുമ്പോഴാണ് ആരാധന ഒന്നുകൂടെ കളറായി മാറുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അപ്പൊ 14-ാം വാക്യം വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു. 15-ാം വാക്യം ദൈവത്തിൻ്റെ പ്രതിമയായ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദ എക്സാക്ട് ഇമേജ് ഓഫ് ഗോഡ്. ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു. ദൈവം സർവശക്തന, സർവജ്ഞാനിയ, സർവവ്യാപിയ, സർവാധികാരിയ, നിത്യന, മാറ്റമില്ലാത്തവൻ, അത്യുന്നതന, സൽഗുണ സമ്പൂർണന, മഹോന്നതന, മഹത്വ സിംഹാസനസ്ഥന. ഈ ക്വാളിറ്റി എല്ലാം ആരിൽ നമ്മൾ കാണുന്നു? യേശുവിൽ. അതുകൊണ്ട് ദ ഇമേജ് എന്ന് പറയുക, ദൈവത്തിൻ്റെ പ്രതിമ എന്നൊക്കെ പറഞ്ഞു. പ്രതിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ കല്ലുകൊണ്ടോ മണ്ണുകൊണ്ടോ ചെളി കൊണ്ടോ ഉണ്ടാക്കിയതെന്നർത്ഥമല്ല. ദ ഇമേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക ദൈവം എന്താണോ അത് തന്നെയാണ് ക്രിസ്തു എന്ന് പറയുക. 16-ാം വാക്യം സൃഷ്ടിതാവായ ക്രിസ്തു. ഉളവായതെല്ലാം അവനെ കൂടാതെ ഉളവായതല്ലെന്ന് യോഹന്നാൻ പറയുന്നത് പോലെ അവൻ നിമിത്തം, അവന് വേണ്ടി, അവനാൽ ഉളവായതാണ് എല്ലാം. 17-ാം വാക്യം കുഞ്ഞുങ്ങളെല്ലാം അടിവരയിട്ട് പഠിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയാകണം 17-ാമത് വാക്യം. 17-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, സർവത്തിന് മീതെയുള്ള, അല്ല, സർവത്തിന് മുൻപേ ഉള്ള ക്രിസ്തു. അതല്ലേ 17-ാം വാക്യം? സർവത്തിനും എന്ന് പറഞ്ഞാൽ നിത്യനായ ക്രിസ്തു. നിത്യനായ ക്രിസ്തു. നിങ്ങൾ അടിവരയിടണമെന്ന് ഞാൻ പറഞ്ഞത് ആ 17-ാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗമുണ്ട്, സർവത്തിനും ആധാരമായ ക്രിസ്തു. കണ്ടോ? മമ്മിമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോണം, കൊലോസ്യർ 1:17. പപ്പമാരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു വാക്യമാണ്, കർത്താവേ അങ്ങ് സർവത്തിനും ആധാരമാണ്. അങ്ങ് സർവത്തിനും ആധാരമായതുകൊണ്ട് എനിക്ക് ഉദരമലമായി തന്ന എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവിയുടെ ആധാരം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി അങ്ങയുടെ കൈകളിലാണ്. മക്കളുമാരെ ശ്രദ്ധിച്ചോണം, നിങ്ങളുടെ ഭാവിയുടെ ആധാരം ആരുടെ കയ്യിലാണ്? കർത്താവിൻ്റെ കയ്യിലാണ്. പഠനം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങോട്ട് പോകണമെന്നുള്ളതിനെ കുറിച്ച് ആശങ്കയൊന്നും വേണ്ട. കർത്താവിൻ്റെ കരത്തെ മുറുകെ പിടിച്ചാൽ മതി. ആധാരം കയ്യിലുള്ളവൻ നിന്നെ പൊക്കിക്കോളും. ആധാരം കയ്യിലുള്ളവൻ നിന്നെ അനുഗ്രഹിച്ചോളും. വിശ്വസിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്തുതിച്ച്, ആധാരം കയ്യിലുള്ള കർത്താവ് എങ്ങുമിങ്ങും അലഞ്ഞു പോകത്തില്ല, വലഞ്ഞു പോകത്തില്ല, അന്യാധീനപ്പെട്ടു പോകത്തില്ല, എങ്ങും എത്താതെ നീ വഴിയിലായി പോകത്തില്ലെന്ന് ആധാരം കയ്യിലുള്ളവൻ.
യെസ്, ഹല്ലേലൂയ, ആമേൻ. ആ 17-ാം വാക്യം ഒരിക്കലും മറക്കരുത്. കർത്താവ്, എൻ്റെ ആധാരം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ആധാരം, എൻ്റെ ഭാവിയുടെ ആധാരം. എനിക്കൊരു വിദേശ യാത്ര വേണം. എൻ്റെ വീടിൻ്റെ സ്ഥിതി ഞാൻ മാറ്റണം. എൻ്റെ പപ്പയോട് ഇനി ജോലി ചെയ്യേണ്ട, വീട്ടിൽ ഇരിക്കാൻ എനിക്ക് പറയണം. മമ്മി ഇനി തൊഴിലുറപ്പിനൊന്നും പോകണ്ട, വീട്ടിലിരിക്കെ സന്തോഷത്തോടെ ഞാൻ ഏറ്റു വീട്ടിലെ കാര്യം എന്ന് പറയണം. മോളെ, ഒരു ദിവസം നീ അതിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. എന്നും പപ്പയുടെ പോക്കറ്റിൽ നിന്ന് അനുഭവിക്കാൻ നീ നിൽക്കരുത്. പപ്പയ്ക്ക് തിരിച്ചു കൊടുക്കണം. ഇതുവരെ നിന്നെ വളർത്തി വലുതാക്കി ഇത്രയും വണ്ണത്തിലും പൊണ്ണത്തിലും കൊണ്ടുവന്ന് നിന്റെ അപ്പനും അമ്മയും നെറ്റിത്തടം വിയർപ്പാക്കി അവരധ്വാനിച്ചതാണ്. നിന്നെ ഊട്ടിയതും ഉടുപ്പിച്ചതും ഉറക്കിയതുമെല്ലാം അത് നീ മടക്കി കൊടുത്തേ പറ്റുള്ളൂ. മടക്കി കൊടുക്കണമെങ്കിൽ ആധാരം കയ്യിലുള്ളവനുമായി നീ ബന്ധമാകണം. ആധാരം കയ്യിലുള്ളവനെ മുറുകെ പിടിച്ചോണം. അവനുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നിന്നാൽ കർത്താവ് നിന്നെ ഉയർത്തും. പപ്പയുടെ കൈ കാശുണ്ട്, മമ്മിയുടെ കൈ കാശുണ്ട്, അങ്കിള് സഹായിച്ചോളൂ, ആൻറ്റി സഹായിച്ചോളൂ എന്നൊന്നും പറഞ്ഞ് നിൽക്കരുത്. ആധാരം കയ്യിലുള്ളവനുമായി കൂട്ടായ്മ കൂടിക്കണം. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ്. ആധാരം സർവത്തിൻ്റെയും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചോണം. പിതാക്കന്മാർ മാതാക്കളൊക്കെ ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ആയുസിൻ്റെ ആധാരം ഡോക്ടറുടെ കയ്യിലല്ല, കർത്താവിൻ്റെ കയ്യിലാണ്. നിങ്ങളുടെ കിഡ്നിയുടെ, ഹാർട്ടിൻ്റെ, മനസ്സിലാകുന്നുണ്ടോ? സഹോദരിമാർ ശ്രദ്ധിക്ക്. യൂട്രസിൽ ഫൈബ്രോയിഡാന്ന് കേൾക്കുമ്പോഴേ ബോധം കെട്ടു പോകരുത്. യൂട്രസിൻ്റെ, കിഡ്നിയുടെ, നമ്മുടെ കരളിൻ്റെ എല്ലാം ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നിംസിലും കിംസിലും മിംസിലും കോസ്മോപോളിറ്റനിലും മെഡിക്കൽ കോളേജിലും ആസ്ട്രൽ മെഡിസിറ്റിയിലും ഒന്നുമല്ല, അമൃതായിലും അവിടെ ലേക്ക് ഷോറിലും ഒന്നുമല്ല നമ്മുടെ ആധാരം. ആയുസിൻ്റെ അവയവ വ്യവസ്ഥിതിയുടെ, നിന്റെ ജീവിതത്തിൻ്റെ സമസ്ത ആരോഗ്യത്തിൻ്റെയും ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. നാം കഴിക്കേണ്ട ആഹാരത്തിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിൽ. ഇന്ന് പകൽ ആശങ്കകൾ മാറട്ടെ, ഉത്കണ്ഠകൾ മാറട്ടെ, ഭയം മാറിപ്പോകട്ടെ, ആകുലതകൾ മാറിപ്പോകട്ടെ, എനിക്കിങ്ങനെ വന്നു ഭവിച്ചല്ലോ എന്ന വേദന മാറിപ്പോകട്ടെ. എൻ്റെ ആരോഗ്യം, എൻ്റെ ആഹാരം, എൻ്റെ ആയുസ്, എൻ്റെ ബലഹീനതകളെല്ലാം മാറ്റിത്തരാൻ കഴിയുന്നവൻ എൻ്റെ ആധാരം കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്നു. വിശ്വസിക്കുന്നവർ കർത്താവിനെ ആരാധിക്ക്. ഇന്ന് പകൽ ഒരു വലിയ ആത്മസന്തോഷത്തിലേക്ക്, ഒരു വലിയ ദൈവകൃപയുടെ ആരോഗ്യത്തിലേക്ക് വരണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വഴി വിശ്വാസത്താൽ കാണ്. അവർ യാത്ര ചെയ്യുന്നത് നീ വിശ്വാസത്താൽ കാണ്. മേഘപാളികൾക്ക് മീതെ കൂടെ നിന്റെ തലമുറ യാത്ര ചെയ്യുന്നത് കാണ്. ഉന്നതമായ കസേരകളിൽ നിന്റെ തലമുറ ഇരിക്കുന്നത് കാണ്. വേദികളിൽ നിന്നുകൊണ്ട് ദൈവവചനം ഘോഷിക്കുന്ന നിന്റെ മകനെ നീ ദർശനം കാണ്. നിന്റെ മകൾ ദൈവവചനം ശക്തമായി പ്രഘോഷിക്കുന്ന തിരക്കുള്ള ശുശ്രൂഷകയായി മാറുന്നത് കാണ്. അനുഗ്രഹിക്കപ്പെട്ട ഉന്നതമായ വഴികളിലേക്ക് തലമുറയെ ദൈവം ഉയർത്തുന്നത് വിശ്വാസത്താൽ കാണ്. കാരണം ആധാരം കർത്താവിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യ ലേഖനം 1:17 മറക്കരുത് ഒരിക്കലും. പ്രാർത്ഥിക്കുമ്പോൾ പറയണം, കർത്താവ് എൻ്റെ ആധാരം, ഞാൻ പേടിക്കുന്നില്ല, ഞാൻ പേടിക്കുന്നില്ല. എൻ്റെ സ്കാനിങ് റിപ്പോർട്ടൊന്നും കണ്ടിട്ട് ഞാൻ പേടിക്കുന്നില്ല കർത്താവ്, കാരണം എൻ്റെ ആധാരം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കുറച്ച് മാർക്ക് കുറഞ്ഞു പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതൊന്നും കണ്ടിട്ട് ഞാൻ ചാഞ്ചല്യം അനുഭവിക്കുന്നില്ല, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ആധാരം കർത്താവിൻ്റെ കയ്യിലാണ്. ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ. മാർക്ക് കുറഞ്ഞു പോയ കൊച്ചിൻ്റെ നേരെ ചുമ്മാ കിടന്ന് ചാടരുത്. വീണ്ടും നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ളൊരു അവസരമായിട്ട് അതിനെ കാണണം. മനസ്സിലായില്ലേ? അങ്ങനെ കുഞ്ഞുങ്ങളോടൊപ്പം നിന്നിട്ട് ആധാരമുള്ള കർത്താവിൻ്റെ കരവുമായി നമ്മുടെ തലമുറകളുടെ കരത്തെ ചേർത്ത് പഠിപ്പിച്ച് പ്രാർത്ഥനയിൽ മുൻപോട്ട് കൊണ്ടുപോകണം. ആശങ്കയും ഉത്കണ്ഠയും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. വേറെ കുഞ്ഞുങ്ങളുമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ താരതമ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏറ്റവും ബെസ്റ്റായിട്ടുള്ളതിനെ ദൈവം നിൻ്റെ ഉദരബലത്തിൽ തന്നിട്ടുണ്ട്. അവരെ വീണ്ടും ഒരുക്കി എടുക്കുക എന്നുള്ളത് കണ്ണുനീര് കൊണ്ട് തന്നെയാകണം. പ്രാർത്ഥനാമുറിയിൽ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് നമ്മുടെ തലമുറയെ ആധാരം കയ്യിലുള്ളവനുമായി ബന്ധിപ്പിച്ചോണം. കർത്താവ് ബാക്കി കാര്യം നോക്കിക്കോളും. വിശ്വസിക്കുന്നവർ കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. കൊലോസ്യ ലേഖനം 1:17 ആധാരം കയ്യിലുള്ള കർത്താവിനെ നാം കാണുന്നത്. 18-ാം വാക്യം സഭയുടെ തലയായ ക്രിസ്തുവാണ്. 19-ാം വാക്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നു എന്ന് കാണുന്നു. 20-ാം വാക്യം ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം തന്ന ക്രിസ്തു.
അങ്ങനെ ഓരോ വാക്യത്തിലും ക്രിസ്തുവിൻ്റെ മഹത്വമാണ് നമുക്ക് ദൈവത്വമാണ് കാണുക. 21, 22 വാക്യത്തിൽ പറയുന്നത് നമ്മെ ദൈവത്തോട് നിരപ്പിച്ച ക്രിസ്തുവാണ്. കണ്ടോ? 27 വാക്യത്തിൽ പറയുന്നത് ഈ ക്രിസ്തു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ആ 27 വാക്യത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, ആ ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട് ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ളത്? ക്രിസ്തുവിന് വസിക്കാൻ പറ്റിയ ആലയമാണ് ഞാൻ, ക്രിസ്തുവിന് വസിക്കാൻ പറ്റിയ മന്ദിരമാണ് ഞാൻ. എൻ്റെ ശരീരം ക്രിസ്തുവിന് വസിക്കേണ്ടതാണ്. യൂത്ത്സിനോട് പിന്നെയും ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്, മക്കളുമാരെല്ലാവരും ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ ഓരോ പ്രായം കഴിഞ്ഞ് കയറി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. മനസ്സിലായോ? നമ്മുടെ തലമുറയ്ക്ക്, മക്കളുമാർ കേട്ടെ, ശരീരാവബോധം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? എൻ്റെ ശരീരം ക്രിസ്തുവിനും വസിക്കാനുള്ളതാണ്. ഇത് വേറെ ഒരുത്തിനും തൊടാനുള്ളതല്ല, വേറെ ഒരുത്തിക്കും കൈകാര്യം ചെയ്യാനുള്ളതല്ല. എൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമാണ്. ആവശ്യമില്ലാതെ മുട്ടാനും തട്ടാനും ഉരുമാനും ഒരയാനും, ആവശ്യമില്ലാത്തത് കഴിക്കാനും കുടിക്കാനും, ആവശ്യമില്ലാത്തൊക്കെ വാരി ഉടുത്തോണ്ട് ഷൈൻ ചെയ്യാനും എന്നുള്ളതല്ല എൻ്റെ ശരീരം. ഇത് മന്ദിരമാണ്, ആലയമാണ്. ആലയത്തിൻ്റെ പവിത്രത, പരിപാവനത, അനന്യത, നീതി, വിശുദ്ധി, വിശ്വസ്തത ആദിയായത് എൻ്റെ ശരീരത്തിൽ എനിക്ക് സൂക്ഷിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം. ജഡമുതിർത്ത് വിടുന്ന പാപരാഗങ്ങളുടെ, വിചാര വികാര വിക്ഷോഭങ്ങളുടെ, ആവേഗ നിയോഗങ്ങളുടെ, ആസക്തികളുടെ, തൃഷ്ണകളുടെ ഒന്നും മുമ്പിൽ നിന്റെ ശരീരത്തെ നീ പാണയപ്പെടുത്തരുത്. സൂക്ഷിച്ചോണം കൺമണി പോലെ. കാരണം ഈ ശരീരത്തിലാണ് ക്രിസ്തു വസിക്കേണ്ടത്. കമ്പി, കട്ട, കല്ല്, സിമന്റ്, പെയിന്റ്, തടിയൊക്കെ കൊണ്ട് ഉയർത്തിയ ഏതെങ്കിലും ആലയത്തിനകത്ത് ആൾത്താരയിലോ കുരിശേന്തി നിൽക്കുന്ന മക്ബഹയ്ക്കകത്തോ ഒന്നുമല്ല ക്രിസ്തു വസിക്കുക. ക്രിസ്തു വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. അതുകൊണ്ട് ഈ ശരീരത്തെ രാത്രിയിലും പകലിലും കാത്തോണം. ഹല്ലേലൂയ. ശരീരത്തെ വിശുദ്ധമായി കാക്കുമ്പോൾ ഇടപാടുകളെല്ലാം സുതാര്യമാവും. മൊബൈൽ ഫോൺ അടക്കം മാനസാന്തരപ്പെടും. കാരണം എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരം. ദൈവത്തിൻ്റെ ശരീരം എന്ന ഈ മന്ദിരത്തിൽ അതിന് യോഗ്യമല്ലാത്ത ഒന്നും എനിക്ക് പറ്റില്ല എന്ന വിലപ്പെട്ട ആലോചനയിൽ